ആചാരകാലത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ്. സൂര്യനെ നോക്കി തൊഴുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളില്ലേ? ഞാൻ ഒന്നുമില്ല. പടിഞ്ഞാറ് നിന്നാൽ കിഴക്ക് നിൽക്കുന്ന സൂര്യനെ കാണാം. അത് എവിടെ നിന്നാലും കാണാം. അവിടെ നിന്നേ കാണാവുന്നൊന്നുമില്ല. ആരോ ഒരാളുടെ ആചാരം ഉണ്ടാക്കി വെച്ചു. പിന്നെ എല്ലാവരും എന്റെ പുറകെ പോകും. അവിടെ നിന്ന് തൊഴുന്ന കാണാം. അതാ ചോദിച്ചത്. അറിയാൻ വയ്യ. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എന്റെ പുറകെ പോന്നതാ. താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. 1-4-11 വരെയല്ലേ എടുത്തേ? ഇനി 12 അല്ലേ? പന്ത്രണ്ടാണ് സർ. ഒന്നാം അധ്യായം 4-ാം ബ്രാഹ്മണത്തിൽ 11 മന്ത്രങ്ങളാണെടുത്ത് ഇന്ന് നമ്മൾ 12ാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. ഫനൈവവ്യഭവത് ഫവിശ്വമസൃജതാം യാന്യേതാനി ദേവജാതാനി ഗണശഃ ആഖ്യായന്തെ വസോ രുദ്ര ആദിത്യ വിശ്വേ ദേവ മരുത ഇതി. ഫഹ അവൻ ക്ഷത്രിയന്മാരെ സൃഷ്ടിച്ചിട്ടും നൈവ വ്യഭവത് ശക്തനായില്ല. ബ്രാഹ്മണരെ സൃഷ്ടിച്ചു, ക്ഷത്രിയന്മാരെ സൃഷ്ടിച്ചു. ബ്രാഹ്മണർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുവാൻ ക്ഷത്രിയ സൃഷ്ടിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ധനം സമ്പാദിച്ചെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. സകല കർമ്മങ്ങൾക്കും ധനം അനിവാര്യമാണ്. അതുകൊണ്ട് ധനസമ്പാദനത്തിൻ്റെ വഴിയായി സഹ വിഷം അസൃജത. വിഷം എന്ന് വെച്ചാൽ വൈശ്യനെ. വിഷം വൈശ്യനെ അസൃജത സൃഷ്ടിച്ചു. അങ്ങനെ വൈശ്യനെ സൃഷ്ടിച്ചു. യാനി ഏതാനി ദേവജാതാനി ഗണശഃ. ഈ ദേവജാതികളും കൂട്ടം കൂട്ടമായി ഞാൻ പറയപ്പെടുന്നു. ആഖ്യായന്തെ. ദേവന്മാരുടെ ഇടയിലും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണവിഭാഗം ഉണ്ട്. അതിൽ ക്ഷത്രിയന്മാരെ കുറിച്ചും ബ്രാഹ്മണരെ കുറിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനിയും ഈ വൈശ്യവിഭാഗത്തിൽ വരുന്ന ദേവന്മാർ ഗണങ്ങളാണ്, ഒറ്റയ്ക്കല്ല. ഇന്ദ്രൻ, അഗ്നി എന്നൊക്കെ പറയുന്നത് ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ ഇവര് ഗണദേവതകളാണ്. അവരുടെ പേരുകൾ ഞാൻ പറയാം. വസവഃ, രുദ്രാഹ, ആദിത്യാഹ, വിശ്വേ ദേവാഹ, മരുതഃ. ഇത് വസുക്കൾ 8 പേരുണ്ട്. അതുകൊണ്ട് അവർ ഗണദേവതകളാണ്. 8 എണ്ണങ്ങൾ ഉള്ളത് കൊണ്ട് വസുക്കൾ ഗണങ്ങളാണ്. രുദ്രാഹ, രുദ്രന്മാർ 11 ഉണ്ട്. ഏകാദശ രുദ്രന്മാർ, അതുകൊണ്ട് അതും ഗണങ്ങളാണ്. ആദിത്യാഹ, ആദിത്യന്മാർ 12 പേരാണ്. അതും ഗണങ്ങളാണ്. വിശ്വേദേവാഹ, വിശ്വദേവന്മാർ 2 പേരാണ്, ഇരട്ടകളായിട്ടാണ്. അതും ഗണങ്ങളാണ്. മരുതഃ, മരുത്തുകൾ 49 പേരുണ്ട്. അവരും ഗണങ്ങളാണ്. ഗണങ്ങളായി കാണപ്പെടുന്നതൊക്കെ വൈശ്യവിഭാഗത്തിൽപ്പെട്ടവരാണ് ദേവന്മാരിൽ. അതുകൊണ്ട് ഞാൻ ഗണങ്ങളായി കാണുന്ന ദേവജാതികളെ ആഖ്യാനം ചെയ്യുന്നു. വസുക്കൾ, രുദ്രന്മാർ, ആദിത്യന്മാർ, വിശ്വദേവന്മാർ, മരുത്തുകൾ എന്നിങ്ങനെയാണ്. ഫ നൈവവ്യഭവത് ഫവിശ്വമസൃജതാം യാന്യേതാനി ദേവജാതാനി ഗണശഃ ആഖ്യായന്തെ വസോ രുദ്രാഃ ആദിത്യാഃ വിശ്വേ ദേവാഃ മരുതഃ ഇതി. സ നൈവവ്യഭവത് ഫവിശ്വമസൃജതാം യാന്യേതാനി ദേവജാതാനി ഗണശഃ ആഖ്യായന്തെ വസോ രുദ്രാഃ ആദിത്യാഃ വിശ്വേ ദേവാഃ മരുതഃ ഇതി. സ നൈവ വ്യഭവത് ഫ ശൗദ്രം വർണ്ണമസൃജത ഭൂഷണം
യപ്പൈ പൂഷ ഇയം ഹീതം സർവം പുഷ്യത് യദിദം കിഞ്ചാം ഫ നൈവ വ്യഭവം. എന്നിട്ടും അവൻ ശക്തനായില്ല. അപ്പോൾ ഫ അവൻ ശൗദ്രം വർണ്ണം അസൃജത, ശൂദ്രവർണ്ണത്തെ സൃഷ്ടിച്ചു. ശൗദ്രം വർണ്ണം ശൂദ്രവർണ്ണത്തെ അസൃജത സൃഷ്ടിച്ചു. ദേവന്മാരുടെ ഇടയിൽ ആ പൂഷാവ് എന്നാണ് ശൂദ്രനായ ഇവരെ വിളിക്കുന്നത്. പൂഷണം ഇയം വൈ പൂഷ, ഇവനെയാണ് പൂഷാവ് എന്ന് വിളിക്കുന്നത്. ഇയം ഹീതം സർവം പുഷ്യതി, ഇവനാണ് എല്ലാവരെയും പരിപോഷിപ്പിക്കുന്നത്. എല്ലാവരെയും അവരവരുടെ കർമ്മങ്ങളിലേക്ക് പരിചരണം കൊണ്ട് പരിപോഷിപ്പിക്കുന്നതാണ്. പരിചരണം കൊണ്ട് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും കർമ്മങ്ങളെ പരിപോഷിപ്പിക്കാൻ പറ്റുള്ളൂ. ബ്രാഹ്മണ കർമ്മങ്ങളെ പരിപോഷിപ്പിക്കുന്നവരാണ് ശൂദ്രന്മാർ, ക്ഷത്രിയ കർമ്മത്തെ പരിപോഷിപ്പിക്കുന്നവരാണ് ശൂദ്രന്മാർ, വൈശ്യ കർമ്മത്തെ പരിപോഷിക്കുന്നവരാണ് പൂഫുരന്മാർ. പരിപോഷിപ്പിക്കുന്നത് കൊണ്ട് പുഷ്യതി യദിദം കിഞ്ച, അതുകൊണ്ട് ഇവൻ പൂഷാവ് എന്ന് പേരായി. അതുകൊണ്ട് പരിപാലിക്കാനും പണം സമ്പാദിക്കാനും ഒക്കെ ആളുണ്ടെങ്കിലും രക്ഷിക്കാൻ ആളുണ്ട്, കാശുണ്ടാക്കാൻ ആളുണ്ട്, പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ ആളുണ്ട്. പക്ഷേ പരിചരണത്തിന് ആളില്ലെങ്കിൽ ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ 3 വർണ്ണികൾക്കും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ പരിചരണത്തിന് ആൾ വേണം. അതുകൊണ്ട് പരിചരണത്തിനാണ് ശൂദ്രനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് പോഷിപ്പിക്കുന്നവൻ എന്നർത്ഥം വരികയും ചെയ്തു. അതുകൊണ്ട് പൂഷാവ് ശൂദ്രഗണത്തിൽ പെടുന്നവനാണ് എന്ന് വന്നു. ഫ നൈവ വ്യഭവത് ഫ ശൗദ്രം വർണ്ണമസൃജത ഭൂഷണം ഇയം വൈ പൂഷ ഇയം ഹീതം സർവം പുഷ്യതി യദിദം കിഞ്ച. ഫ നൈവ വ്യഭവത് ഫ ശൗദ്രം വർണ്ണമസൃജത ഭൂഷണം ഇയം വൈ പൂഷ ഇയം ഹീതം സർവം പുഷ്യതി യദിദം കിഞ്ച. ഫ നൈവ വ്യഭവത് തച്ഛേയോരൂപമത്യസൃജത ധർമ്മം തദേതക്ഷത്രസ്യ ക്ഷത്രം യദ്ധർമ്മ തസ്മാത് ധർമാത് പരം നാസ്തി അധോ അബലീയാൻ ബലീയാംസം ആശംസതേ ധർമ്മേണ യഥാ രാജ്ഞൈവം യോ വൈ സധർമ്മ സത്യം വൈ തത് തസ്മാത് സത്യം വദന്തമാഹു ധർമ്മം വദതീതി ധർമ്മം വാ വദന്തം സത്യം വദതീതി ഏതധ്യേവേതദുഭയം ഭവതി. നൈവ വ്യഭവം, അവൻ എന്നിട്ടും ശക്തനായില്ല. 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടും ശക്തനായില്ല. ഫ നൈവ വ്യഭവൻ തത് ശ്രേയോരൂപം അത്യസൃജത ധർമ്മം, അവൻ ശ്രേഷ്ഠമായ ഒരു രൂപത്തെ സൃഷ്ടിച്ചു. ശ്രേയോരൂപം തത് ശ്രേയോരൂപം, ശ്രേഷ്ഠമായ ഒരു രൂപത്തെ അത്യസൃജത സൃഷ്ടിച്ചു. അതിൻ്റെ പേരാണ് ധർമ്മം എന്ന്. ഫ നൈവ വ്യഭവത് തച്ഛേയോരൂപം അത്യസൃജത ധർമ്മം തദ്ദേതത് ക്ഷത്രസ്യ ക്ഷത്രം യദ്ധർമ്മ. തദ്ദേതത്, അതാണ് ക്ഷത്രസ്യ ക്ഷത്രം, അതാണ് ക്ഷത്രന്റെ ക്ഷത്രത, ക്ഷത്രത്തിൻ്റെ ക്ഷത്രമാകുന്നു. അതായത് ഈ ധർമ്മത്തെ കൂടി നിയന്ത്രിക്കുന്നവനാണ്. പ്രശസ്തമായ ധർമ്മത്തെ സൃഷ്ടിച്ചു, ആ ധർമ്മത്തെ കൂടി നിയന്ത്രിക്കുന്നവനാണ്. തദ്ദേതക്ഷത്രസ്യ ക്ഷത്രം യദ്ധർമ്മ തസ്മാത് ധർമാത് പരം നാസ്തി. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല. ക്ഷത്രിയന് മേലെയാണ് ധർമ്മം. ക്ഷത്രിയനെ പോലും നിയന്ത്രിക്കാൻ ധർമ്മത്തിന് കഴിയും. ക്ഷത്രിയന്മാർക്ക് പ്രമാണം ധർമ്മം തന്നെയാണ്. ക്ഷത്രിയന്റെ മുകളിലാണ് ധർമ്മത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നുമില്ല എന്ന് വന്നത്. അപ്പോൾ ഈ 4 വർണ്ണത്തിനേക്കാൾ ഉത്കൃഷ്ടമായ സൃഷ്ടി ഈ ധർമ്മ സൃഷ്ടിയാണ്. അതുകൊണ്ട് ക്ഷത്രിയൻ രാജാവാണെങ്കിൽ പോലും ക്ഷത്രിയന്റെ മേലാണ് ധർമ്മം. രാജാക്കന്മാർ ധർമ്മത്തെ പരിപാലിക്കേണ്ടവരാണ്,
ധർമ്മത്തെ രക്ഷിക്കേണ്ടവരാണ്, ധർമ്മത്തെ ലംഘിക്കാൻ പാടില്ലാത്തവരാണ്. ധർമ്മത്തിന് വിരുദ്ധമായി രാജാക്കന്മാർ ഒന്നും ചെയ്യാൻ പാടില്ല. ക്ഷത്രിയന് മേലെയാണ് ധർമ്മം. തസ്മാത് ധർമാത് പരം നാസ്തി. അഥോ അനന്തരം അബലീയാൻ ബലീയാംസം ആശംസത്തെ ധർമ്മേന. അബലീയാൻ ബലമില്ലാത്തവരെ, അബലീയാൻ ബലമില്ലാത്തവരെ, ബലീയാംസം ബലമുള്ളവരെ, ആശംസത്തെ, ആശംസത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ആശംസത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നു. അബലീയാൻ ബലീയാംസം ആശംസത്തെ. അബലീയന്മാർ, ബലമില്ലാത്തവർ, അശക്തരായിട്ടുള്ളവർ ശക്തന്മാരെ ജയിക്കാൻ ആഗ്രഹിക്കുന്നു. അബലീയാംസം ആശംസത്തെ ധർമ്മേണ യഥാ രാജ്ഞ ഏവം. രാജാവും അങ്ങനെയാണ്. യഥാ രാജ്ഞ ഏവം. രാജാക്കന്മാരും അങ്ങ് തന്നെയാണ്. രാജാക്കന്മാരെ കൊണ്ട് എപ്രകാരമാണോ ധർമ്മം ആചരിപ്പിക്കുന്നത്, ബലമില്ലാത്തവരെ ബലമുള്ളവർ ജയിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ 4 വർണ്ണങ്ങൾ ധർമ്മത്തെ സംബന്ധിച്ച് അബലങ്ങളാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ ധർമ്മത്തിന്റെ മുമ്പിൽ ദുർബലന്മാരാണ്. അവരെ ജയിക്കാൻ ധർമ്മമുണ്ട്. അതുകൊണ്ട് ധർമ്മത്തിന് അതിൻ്റെ മേലെയാണ് സ്ഥാനം. അബലീയാൻ ബലീയാംസമാശംസതേ ധർമ്മേണ യഥാരാജ്ഞൈവ യോ വൈ സധർമ്മ. ഇങ്ങനെ രാജാക്കന്മാരെ പോലും നിയന്ത്രിക്കുന്ന യാതൊന്നുണ്ടോ അത് തന്നെയാണ് ധർമ്മം. അപ്പൊ ധർമ്മത്തിന്റെ സ്ഥാനം എത്രയോ മുകളിലാണ്. എല്ലാ വർണ്ണികളും അനുസരിക്കേണ്ട ധർമ്മത്തെയാണ്. വർണ്ണികൾക്കൊക്കെ മുകളിലാണ് ധർമ്മത്തിന്റെ സ്ഥാനം. സ്വവൈ ധർമ്മ. സത്യം വൈ തത്. അതിനെ തന്നെയാണ് സത്യം എന്ന് വിളിക്കുന്നത്. സത്യം വൈ തത്. ആ ധർമ്മത്തെ തന്നെയാണ് സത്യം എന്ന് വിളിക്കുന്നത്. തസ്മാത് സത്യം വദന്തമാഹു ധർമ്മം വദതി. അതുകൊണ്ട് സത്യം പറയുന്നവനോ ധർമ്മം പറയുന്നവൻ എന്ന് പറയാം. സത്യം വദന്തം, സത്യം പറയുന്നവനെ, ആഹുഹു വിളിക്കുന്നു, ധർമ്മം വദതി. ഒരാൾ സത്യം പറയുന്നത് കേട്ടാൽ അപ്പൊ വേറൊരാൾ പറയും ദാ അയാൾ ധർമ്മം പറയുന്നു എന്ന്. സത്യമാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. സത്യധർമ്മങ്ങളെന്ന് ഒന്നിച്ചേർത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. കരചരണങ്ങൾ പോലെ സത്യധർമ്മങ്ങൾ, സത്യവും ധർമ്മവും ഒന്ന് തന്നെയാണ്. സത്യം വൈതത് തസ്മാത് സത്യം വദന്തമാഹു ധർമ്മം വദീതി. ധർമ്മം വാ വദന്തം സത്യം വദീതി. ധർമ്മം പറയുന്ന ഒരാളെ സത്യം പറയുന്നവനാണെന്നും പറയുന്നു. ധർമ്മം വാ വദന്തം, ധർമ്മം പറയുന്നവനെ സത്യം വദീതി, സത്യം പറയുന്നവനാണെന്നും പറയും. സത്യം പറയുന്ന കേട്ടാൽ ധർമ്മം പറയുന്നെന്നും, ധർമ്മം പറയുന്ന കേട്ടാൽ സത്യം പറയുന്നു എന്നും ലോകത്തിൽ വ്യവഹാരം ധാരാളമുള്ളത് കൊണ്ട് ഏതദ്ധ്യൈവേതദുഭയം ഭവതി. ഏതത് ഹി ഏവ ഏതത് ഉഭയം. ഏതദ്ധ്യൈവേതദുഭയം. ഏതത് ഹി ഏവ ഏതത് ഉഭയം. ഏതത് ഹി ഏവ ഏതത് ഉഭയം. ഏതദ്ധ്യേവൈതദുഭയം. ഏതദ്ധ്യൈവൈതദുഭയം. ഇത് രണ്ടും ഏതത്, ഇത് രണ്ടും ഹി വൈ തീർച്ചയായിട്ടും ഏതത് ഉഭയം ഭവതി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടായിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ. ഒരു വാക്കിന് പല പര്യായങ്ങൾ ഉണ്ടാകുന്നത് പോലെ, ഒരു പ്രവൃത്തിക്ക് പല പേരുകൾ പറയുന്നത് പോലെ സത്യവും ധർമ്മവും ഒന്ന് തന്നെയാണ്. സത്യം പറയുന്നവനെ നോക്കി ഇതാ അവൻ ധർമ്മം പറയുന്നു എന്ന് പറയാം. ധർമ്മം പറയുന്നവനെ നോക്കി ഇതാ അവൻ സത്യം പറയുന്നു എന്ന് പറയാം. ഏതദ്ദേവ ഏതദുഭയം ഭവതി. അതുകൊണ്ട് തന്നെ
ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സത്യവും ധർമ്മവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളും സത്യധർമ്മങ്ങൾ എന്നേ വ്യവഹരിക്കാറുള്ളൂ. ഫ നൈവ വ്യഭവത ശ്രേയോരൂപമത്യസൃജത ധർമ്മം തദേതക്ഷത്രസ്യ ക്ഷത്രം യദ്ധർമ്മഃ തസ്മാത് ധർമാത് പരം നാസ്തി അഥോ അബലീയൻ ബലീയാം സമാശംസതേ ധർമ്മേണ യഥാ രാജ്ഞൈവം യോ വൈ സധർമ്മ സത്യം വൈ തത് തസ്മാത് സത്യം വദന്തമാഹോ ധർമ്മം വദതീതി ധർമ്മം വാ വദന്തം സത്യം വദതീതി ഏതദ്ധ്യൈവേതദുഭയം ഭവതി. ഫ നൈവ വ്യഭവത് തച്ഛേയോരൂപമത്യസൃജതാം ധർമ്മം തദേതക്ഷത്രസ്യ ക്ഷത്രം യദ്ധർമ്മഃ തസ്മാത് ധർമാത് പരം നാസ്തി അഥോ അബലീയൻ ബലീയാം സമാശംസതേ ധർമ്മേണ യഥാ രാജ്ഞൈവം യോ വൈ സധർമ്മഃ സത്യം വൈ തത് തസ്മാത് സത്യം വദന്തമാഹു ധർമ്മം വദതീതി ധർമ്മം വാ വദന്തം സത്യം വദതീതി ഏതദ്ധ്യൈവേതദുഭയം ഭവതി. സ നൈവ വ്യഭവത് തച്ഛേയോരൂപമത്യസൃജതാത് ധർമ്മം തദേതക്ഷത്രസ്യ ക്ഷത്രം യദ്ധർമ്മഃ തസ്മാത് ധർമാത് പരം നാസ്തി അധോ അബലീയൻ ബലീയാം സമാശംസതേ ധർമ്മേണ യഥാ രാജ്ഞൈവം യോ വൈ സധർമ്മ സത്യം വൈ തത് തസ്മാത് സത്യം വദന്തമാഹു ധർമ്മം വദതീതി ധർമ്മം വാ വദന്തം സത്യം വദീതി ഏതദ്ധ്യൈവേതദുഭയം ഭവതി. ഏതദ്ധ്യൈവേതദുഭയം എന്ന് വായിക്കാം. ഏതത് ഹി ഏവ ഏതത് ഉഭയം എന്ന് പദം പിരിച്ചും വായിക്കാം. അപ്പൊ സത്യം വധ ധർമ്മം ചരാന്ന് പറയുന്നതോ? സത്യം പറയൂ, ധർമ്മത്തിന് കൂടി സഞ്ചരിക്കും. ധർമ്മത്തിന് പല വ്യാഖ്യാനമുണ്ട് പലയിടത്തും പോലെയുണ്ട്. ഇപ്പോഴിവിടെ പറയുന്നത് സത്യധർമ്മങ്ങൾ ഒന്നിച്ചു തന്നെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് സത്യത്തിന് പകരം ധർമ്മമെന്നും ധർമ്മത്തിന് പകരം സത്യമെന്നും പറഞ്ഞാൽ ദോഷമുണ്ടാവില്ല എന്നാ പറഞ്ഞത്. രണ്ടും ഒരുപോലെയാണ്, രണ്ടിൻ്റെയും ഫലങ്ങൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞത്. ഇനി ധർമ്മത്തിന് ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങൾ പലയിടത്തും ഉണ്ട്. കാരണം അതിന് ഒരു നിയതമായ സ്വഭാവം ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഏത് വിഷയത്തിനോടും അതിനെ ഘടിപ്പിക്കാൻ പറ്റും. എല്ലാ വിഷയത്തിലും ധർമ്മമുണ്ട്, സത്യമുണ്ട്. നിത്യജീവിതത്തിൽ പോലും ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നതിലുണ്ട്, ഉറങ്ങുന്നതിലുണ്ട്, ജോലി എടുക്കുന്നതിലുണ്ട്, സഞ്ചരിക്കുന്നതിലുണ്ട്. ഇവിടെയൊക്കെ സത്യമുണ്ട്, ധർമ്മമുണ്ട്. അങ്ങനെ ഈ സത്യധർമ്മങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ വ്യാപകമായ ഒരു വലിയ അർത്ഥത്തിലേക്കാണ് കടന്നു പോകുന്നത്. നമ്മൾ ഓരോ ഭാഗത്തും നോക്കുമ്പോൾ ഓരോന്ന് കാണും എന്ന് മാത്രം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ചിലയിടത്ത് നിൽക്കുമ്പോൾ ആകാശത്തിന് ചുവപ്പം തോന്നും, ചിലത്ത് നിൽക്കുമ്പോൾ നീലയും തോന്നും, ചിലത്ത് നിൽക്കുമ്പോൾ മഞ്ഞയും തോന്നും, ചിലത്ത് നിൽക്കുമ്പോൾ വെളുപ്പം തോന്നും. ആകാശത്തിന് നിറം എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ വെളുത്തെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഒരാൾ കറുപ്പെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അതുപോലാണ് ധർമ്മത്തെക്കുറിച്ച് അനേകം നിർവചനങ്ങളുണ്ട്. ഈ നിർവചനങ്ങളൊക്കെ ശരിയാണ്. ഒന്നേ ഉള്ളൂ എന്നാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നേ ആകാവൂ, ഒന്നല്ല. അതുകൊണ്ടാണ് അനേക തരത്തിൽ നോക്കി കാണുമ്പോൾ അനേക തര രൂപഭാവങ്ങളും ലക്ഷണങ്ങളും സ്വഭാവങ്ങളും ഉണ്ടാവും. നമ്മൾക്ക് തന്നെ അങ്ങനെയാണല്ലോ. ഒറ്റ സ്വഭാവം അല്ലല്ലോ നമുക്ക്. നമ്മുടെ സ്വഭാവം ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ എന്തൊക്കെ നമുക്ക് പറയാനുണ്ടാവും? ഇത് നമ്മളെ ധർമ്മമാണ്. അപ്പം നമുക്ക് ഒരു ധർമ്മമല്ല, അനേകമുണ്ട്. ഇതുകൊണ്ടാണ് ധർമ്മത്തിന് വൈവിധ്യമുണ്ടാകും. എൻ്റെ സ്വഭാവത്തിൽ എത്രയോ ഭേദപ്രഭേദങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ ഗുണമായിട്ടും എൻ്റെ സ്വഭാവമായിട്ടും എൻ്റെ ധർമ്മമായിട്ടും ഒക്കെ എനിക്ക് പറയാം. അതേപോലെ എത്ര ധർമ്മങ്ങളുണ്ട്, അതും പറയാം. ഇതൊക്കെ സത്യമാണ്. ഏത്? ഈ പറയുന്നതൊക്കെ, ഈ ധർമ്മം പറയുന്നതൊക്കെ സത്യമാണ്. അതുകൊണ്ടാണ് ധർമ്മം തന്നെ സത്യം എന്ന് പറയാൻ കാരണം. കിട്ടിയോ? ഏകദേശം കിട്ടി. തദേതദ് ബ്രഹ്മക്ഷത്രം വിക്ഷുദ്രഃ തദഗ്നിനൈവ ദേവേഷു ബ്രഹ്മാഭവത് ബ്രാഹ്മണോ മനുഷ്യേഷു ക്ഷത്രിയേണ ക്ഷത്രിയോ വൈശ്യേന വൈശ്യഃ
ശൂദ്രേണ ശൂദ്രഃ തസ്മാദഗ്നാവേവ ദേവേഷു ലോകമിച്ഛന്തേ ബ്രാഹ്മണേ മനുഷ്യേഷു ഏതാഭ്യം ഹി രൂപാഭ്യാം ബ്രഹ്മാഭവത് അഥ യോ ഹവ അസ്മാല്ലോകാത് സ്വം ലോകമദൃഷ്ട്വാ പ്രൈതി ഫ ഏനം അവിദിതോ ന ഭുനക്തി യഥാ വേദോ വാ അനുപയുക്തഃ അന്യദ്വാ കർമാകൃതം യദി ഹവ അപ്യനേവം വിൻ മഹത് പുണ്യം കർമ്മ കരോതി തദ്ധാസ്യാന്തതഃ ക്ഷീയത ഏവ ആത്മാനമേവ ലോകമുപാസീത സ യഃ ആത്മാനമേവ ലോകമുപാസ്തേ നഹാസ്യ കർമ്മ ക്ഷീയത്തെ അസ്മദ്ധ്യേവാത്മനോ യദ്യത് കാമയതേ തത്തത് സൃജത്തെ. തത് ഏതത് ക്ഷത്രം വിക്ഷ് ശൂദ്രഃ, അത് തന്നെയാണ് ബ്രഹ്മമെന്നും ക്ഷത്രിയമെന്നും വിട്ടെന്ന് വെച്ചാൽ വൈശ്യനെന്നും ശൂദ്രനെന്നും. ഈ ഒന്നിനെ തന്നെയാണ് വാസ്തവത്തിൽ 4 സ്വഭാവങ്ങൾ കൊണ്ട് 4 കർമ്മങ്ങൾ കൊണ്ട് 4ആയിട്ട് തിരിച്ച് 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിൻ്റെ തന്നെ 4 വകഭേദങ്ങളാണ് ഇത് 4. ഈ 4ഉം ഒരു വസ്തുവിൽ നമുക്ക് ഒന്നിച്ച് കാണാം. ബ്രാഹ്മണരിൽ ക്ഷാത്രതയുണ്ട്, വൈശ്യതയുണ്ട്, ശൂദ്രതയുണ്ട്. ക്ഷത്രിയന്മാരിൽ ബ്രാഹ്മണ്യമുണ്ട്, വൈശ്യതയുണ്ട്, ശൂദ്രതയുണ്ട്. വൈശ്യന്മാരിലും ബ്രഹ്മത്വമുണ്ട്, ക്ഷാത്രശക്തിയുണ്ട്, ശൂദ്രന്റെ കർമ്മങ്ങളുണ്ട്. ശൂദ്രനിലും ബ്രഹ്മത്വമുണ്ട്, ക്ഷാത്രതയുണ്ട്, വൈശ്യതയുണ്ട്. ഒരു വിഭാഗത്തിനായിട്ട് മാത്രമെന്ന് അടുത്ത കാലത്ത് ചിന്തിച്ച് ധാരാളം കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. നാരായണ ഗുരുദേവൻ വ്യക്തമാക്കി നമ്മെ പറഞ്ഞു അത് തന്നെയാണ്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞ അത് തന്നെയാണ്. എത്രയോ ആചാര്യന്മാർ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്. ഇത് 4 അല്ല, 1 തന്നെയാണ്. സൗകര്യത്തിന് വേണ്ടി ജോലി അനുസരിച്ച് സ്വഭാവം അനുസരിച്ച് 4ആയിട്ട് വിഭജിച്ചതേ ഉള്ളൂ. ഇത് 4ഉം ഒരാളിൽ കാണുന്നതാണ്. ഒരാൾ തന്നെ ദേവപൂജ ചെയ്യുമ്പോൾ അവന് ബ്രാഹ്മണൻ എന്ന് വിളിക്കാം. അവൻ യുദ്ധം ചെയ്യാനോ തല്ലുണ്ടാക്കാനോ പോയാൽ അവന് ക്ഷത്രിയൻ എന്ന് വിളിക്കാം. അവൻ കച്ചവടത്തിനോ കൃഷിക്കോ പോയാൽ അവന് വൈശ്യൻ എന്ന് വിളിക്കാം. അവൻ പരിചരണ കർമ്മങ്ങൾ നിരന്തരം ചെയ്താൽ അവന് ശൂദ്രൻ എന്ന് വിളിക്കാം. ഇത് 4ഉം തമ്മിലുണ്ടല്ലോ. നമ്മൾ ദേവന്മാരെ പൂജിക്കും, ആരെങ്കിലും ആക്രമിക്കുമ്പോൾ നമ്മുടെ ശക്തി അനുസരിച്ച് എതിർക്കും. അവർ കൃഷി ചെയ്യും, കച്ചവടം ചെയ്യും, കൊടുക്കൽ വാങ്ങലുണ്ട്. ഇനിയും എന്താണ്, വീട് വൃത്തിയാക്കും, പാത്രം കഴുകും, തുണി കഴുകും. ഈ വേലകളൊക്കെ ആരാ ചെയ്യുക? നമ്മളെ ചെയ്യുക. ഒരാൾ തന്നെ ഇരുന്ന് ആരും ചെയ്താൽ 4 വർണ്ണവും ഒരാളിലുണ്ടല്ലോ. പിന്നെ എന്തിനീ 4ആയിട്ട് പകുത്ത് വെറുതെ വിഭാഗീകരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു ദിവസം ചിലപ്പോൾ ശൂദ്രനാകും. കാരണം എന്താണ്? പരിചരണ കർമ്മങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്താൽ ഞാൻ ശൂദ്രൻ എന്ന് വിളിക്കാം. ഞാൻ തന്നെ കച്ചവടവും കൃഷിയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ വൈശ്യനെന്നും വിളിക്കാം. നിയതമായ ഒരു സംജ്ഞ വാസ്തുവിൽ ആർക്കും ഇല്ല. പിൽക്കാലത്ത് അങ്ങനെ അടിച്ചേൽപ്പിച്ചാക്കി തീർത്തതാണ് ആയിരിക്കണം എന്നാണ് സാധ്യത. എന്തായാലും ഉപനിഷത്ത് ആ ബ്രഹ്മത്തിൻ്റെ തന്നെ 4 ഭാവത്തെയായിട്ടാണ് തദ്ദേതത് ബ്രഹ്മ ക്ഷത്രം വിക്ഷൂദ്ര തത് അഗ്നിയായേവ ദേവേഷു ബ്രഹ്മ അഭവത്. അത് അഗ്നിയുടെ രൂപത്തിൽ തന്നെയാണ് ബ്രാഹ്മണനായി ഭവിച്ചത്. തത് അഗ്നിനായേവ, അത് അഗ്നിയുടെ രൂപത്തെ സ്വീകരിച്ച് തന്നെ അഗ്നിദേവതാത്മകമായ ബ്രാഹ്മണരായി പരിണമിച്ചു. ദേവേഷു ബ്രഹ്മ അഭവത്. അങ്ങനെ അഗ്നി കൊണ്ട് തന്നെയാണ്, അഗ്നിയുടെ ആചരണം കൊണ്ടാണ്, അഗ്നിയുടെ രൂപത്തിലാണ് ബ്രാഹ്മണനായി അഭവത് ഭവിച്ചത്. ബ്രാഹ്മണോ മനുഷ്യേഷു.
ആ ബ്രാഹ്മണനാണ് മനുഷ്യരിൽ ബ്രാഹ്മണരായി തന്നെ ജനിച്ചത്. ദേവന്മാരിലുമുണ്ട്, മനുഷ്യരിലുമുണ്ട്. ഈ കാണപ്പെടുന്ന 4 വർണ്ണങ്ങൾ ദേവന്മാരിലുമുണ്ട്, മനുഷ്യരിലുമുണ്ട്. അത് അഗ്നി കൊണ്ടാണ്, അഗ്നിയുടെ രൂപത്തെ കൊണ്ടാണ്. അഗ്നിയുടെ രൂപത്തിൽ തന്നെ അത് ബ്രാഹ്മണനായി പരിണമിച്ച് മനുഷ്യരിൽ ബ്രാഹ്മണത്വം സ്വീകരിച്ച് നിലനിൽക്കുന്നു. ബ്രാഹ്മണോ മനുഷ്യേഷു ക്ഷത്രിയണ ക്ഷത്രിയോ, ക്ഷാത്രശക്തി കൊണ്ട്, ക്ഷത്രിയത്വം കൊണ്ട്, ദേവന്മാരുടെ ക്ഷത്രിയത്വം കൊണ്ട് ചിലർ ക്ഷത്രിയന്മാരായി തീർന്നു. ക്ഷത്രിയണ ക്ഷത്രിയോ വൈശ്യേന വൈശ്യ, വൈശ്യത്വം കൊണ്ട് വൈശ്യനായി തീർന്നു. ശൂദ്രേണ ശൂദ്ര, ശൂദ്രം കൊണ്ട് ശൂദ്രനായി തീർന്നു. അപ്പൊ ഇവരിൽ തന്നെ ബ്രാഹ്മണ ദേവന്മാരുണ്ട്, ക്ഷത്രിയ ദേവന്മാരുണ്ട്, വൈശ്യദേവന്മാരുണ്ട്, ശൂദ്രദേവന്മാരുണ്ട്. നമ്മൾ മുമ്പേ പഠിച്ചു. പൂഷാവ് ശൂദ്രനാണ് എന്നൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചതാണ്. മനുഷ്യേഷു ക്ഷത്രിയേണ ക്ഷത്രിയോ വൈശ്യേന വൈശ്യ ശൂദ്രേണ ശൂദ്ര. തസ്മാത് അഗ്നൗ ഏവ അഗ്നാവേവ ദേവേഷു ലോകം ഇച്ഛന്ത. തസ്മാത് അതുകൊണ്ട് അഗ്നൗ ഏവ അഗ്നിയിൽ തന്നെയാണ് ദേവേഷു ദേവന്മാരിൽ, ദേവേഷു അഗ്നൗ ഏവ ദേവന്മാരിൽ അഗ്നിയിൽ തന്നെയാണ് ലോകം ഇച്ഛന്തെ. ലോകം എന്നുള്ളതിനെ കർമ്മഫലം എന്നാണ് വിളിക്കാറുള്ളത്. കർമ്മത്തിൻ്റെ ഫലത്തെയാണ് ലോകം എന്ന് വിളിക്കുന്നത്. കാണപ്പെടുന്നത് എന്നർത്ഥം. ലുക്യതേതി ലോക. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കാണപ്പെടാൻ പറ്റുന്നത് അതിൻ്റെ ഫലമായ അനുഭവം മാത്രമാണ്. അതുകൊണ്ട് ദേവന്മാരിൽ അഗ്നിയുടെ രൂപത്തിൽ ലോകത്തെ, കർമ്മഫലത്തെ ഇച്ഛന്തെ ആഗ്രഹിക്കും. തസ്മാത് അഗ്നാവേവ അഗ്നിയിൽ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ദേവേഷു ദേവന്മാരിൽ ലോകം ഇച്ഛന്തെ കർമ്മഫലത്തെ ആഗ്രഹിക്കും. ബ്രാഹ്മണേ മനുഷ്യേഷു, ബ്രാഹ്മണരിലാണെങ്കിൽ മനുഷ്യരിലാണ്. ദേവന്മാരിലുമുണ്ട് ഈ അഗ്നി ആരാധന, ബ്രാഹ്മണരിലുണ്ട് ഈ അഗ്നി ആരാധന. ഏതാഭ്യാം ഹി രൂപാഭ്യാം, ഈ രൂപങ്ങളിലെല്ലാം ബ്രഹ്മ അഭവത്, ബ്രഹ്മം ഭവിച്ചു. ഈ രൂപങ്ങളിലൊക്കെ ബ്രഹ്മ തേജസ് ഉണ്ട് എന്നർത്ഥം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരിലുമുണ്ട്. ദേവന്മാരിൽ ഈ വിഭാഗങ്ങൾ ധാരാളമുണ്ട്, മനുഷ്യരിലുമുണ്ട്. ദേവന്മാർ ചെയ്യുന്ന അഗ്നിയജനം ബ്രഹ്മത്വമാണ്, ബ്രാഹ്മണത്വം. മനുഷ്യരിലും അങ്ങനെ തന്നെയാണ്. അഗ്നിയജനം ചെയ്യുന്നവർ ബ്രാഹ്മണരാണ്. ഈ 2 രൂപങ്ങൾ, ഏതാഭ്യാം ഹി രൂപാഭ്യാം ബ്രഹ്മ അഭവത്, ഈ 2 രൂപങ്ങളാലാണ് ബ്രഹ്മം അനുഭവിക്കുന്നത്, അഭവത് ഭവിക്കുന്നത്, ഭവിച്ചത്. അഥയോ ഹവ അസ്മലോകാത് സ്വം ലോകമദൃഷ്ട്വാ പ്രൈതി. അനന്തരം യോ ഹവ ആരാകട്ടെ, അസ്മാത് ലോകാത് ഈ ലോകത്തു നിന്നും, സ്വം ലോകം അദൃഷ്ട്വാ സ്വന്തം ലോകത്തെ കാണാതെ, പ്രൈതി പോകുന്നു, പ്രേതി പ്രൈതി പോകുന്നു. ഈ മനുഷ്യലോകത്തിരിക്കുന്ന മനുഷ്യരെ സ്വന്തം ലോകത്തെ കാണാതെ, അസ്മാത് ലോകാത് സ്വം ലോകം അധിഷ്ഠ പ്രൈതി പോകുന്നു. ഫ ഏനം അവിദിതോ ന ഭുനക്തി. ഫഹ അവൻ, ഏനം ഇവനെ, അവിദിത അറിയപ്പെടാത്തതായിട്ട്, അറിയാത്തതായിട്ട്, അവിദിതനായിട്ട്, അറിയേണ്ടത് അറിയാത്തവനായിട്ട് എന്നർത്ഥം. അറിയപ്പെടാത്തതാണ് അവിദിത. അറിയപ്പെടാത്തതായ ആത്മാവ് ഇവനെ ന ഭുനക്തി രക്ഷിക്കില്ല, പാലിക്കില്ല. ശുചിധാതുവിനെ
ഭക്ഷിക്കാനും രക്ഷിക്കാനും രണ്ടർത്ഥമുണ്ട്. ഇവിടെ ഭുനക്തി എന്ന് വെച്ചാൽ പാലിക്കുക, രക്ഷിക്കുക. ബ്രഹ്മം അവനെ രക്ഷിക്കില്ല. യഥാ വേദോവ അഥ യോ ഹവ അസ്മാലോകാത് സംലോകം അധിഷ്ഠോപ്രൈതി ഫേനം അവിദിതോ ന ഭുനക്തി. ഈ ലോകത്ത് വെച്ച് തന്നെ താൻ തൻ്റെ യഥാർത്ഥ ലോകമായ ബ്രഹ്മലോകത്തെ കാണാതെ കണ്ട് ഇവിടം വിട്ടു പോയാൽ അവനെ അറിയപ്പെടാത്തവനായി തീർന്നിട്ട് അവനെ കാണാതെ ഈ ലോകത്തൊന്നും ഈ ആത്മാവ് ഇവനെ രക്ഷിക്കില്ല. കാരണം രക്ഷിക്കാത്ത ഇവനെ അറിയില്ല, അറിയാത്ത ഒരാളെ രക്ഷിക്കാനാവില്ലല്ലോ. അങ്ങനെ അഥയോ ഹവ അസ്മാലോകാത് സംലോകം അധിഷ്ഠോപ്രൈതി ഫേനം അവിദിതോ നഭുനക്തി രക്ഷിക്കില്ല. യഥാ വേദോ വാ അനുക്തഃ അന്യദ്വാ കർമാകൃതം യദിഹ വാ അപ്യനേവം വിൻമഹത് പുണ്യം കർമ്മ കരോതി തദ്ധാസ്യ അന്തതഃ ക്ഷീയതേവ ആത്മാനമേവ ലോകമുപാസീത. അഥ അനന്തരം യോ ഹവ ആരാകട്ടെ അസ്മാലോകാത് സംലോകമധിഷ്ഠോ പ്രൈതി ഫേനം അവിദിതോ നഭുനക്തി. എങ്ങനെയാണത്? യഥാ വേദോ വ വേദമാകട്ടെ അനനുക്തഃ ഉച്ചരിക്കാതെ ചൊല്ലാതെ, വേദം ചൊല്ലാതെ അനനുക്തഃ അന്യദ്വാ കർമ്മ അകൃതം മറ്റൊരു കർമ്മത്തെ ചെയ്യും. വേദമന്ത്രങ്ങൾ ചൊല്ലാതെ വേദത്തെ ആദരിക്കാതെ മറ്റെന്തു കർമ്മങ്ങൾ ചെയ്താലും അന്യദ്വാ കർമ്മ അകൃതം ചെയ്തു. യദിഹവ ഇവിടെ ആവട്ടെ അപി അനേവം വിത്ത് ഏവം വിത്ത് അങ്ങനെയുള്ളവൻ, അനേകം വിത്ത് അങ്ങനെയുള്ളവൻ, ഇപ്രകാരം അറിയാത്തവൻ. ഏവം വിത്ത് ഇപ്രകാരം അറിയുന്നവൻ, അനേകം വിത്ത് ഇപ്രകാരം അറിയാത്തവൻ. യദിഹവ അപ്യനേവം വിത്ത് മഹത് പുണ്യം കർമ്മ കരോതി. മഹത്തായ പുണ്യമായ കർമ്മത്തെ ചെയ്യുന്നു അവൻ. മഹത്വം പുണ്യവുമായ കർമ്മത്തെയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ വാസ്തവത്തിൽ വേദമന്ത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാതെയാണ് ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ അവൻ അറിയപ്പെടാത്തവനായി തീർന്നിട്ട് അപി അനേവം വിത്ത് പുണ്യം കർമ്മ കരോതി തദ് ഹാസ്യ അന്തതക്ഷീയതേവ. അതവസാനം ക്ഷയിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥമായ ബ്രഹ്മത്തെ അറിയാതെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം അവസാനം ക്ഷയിക്കുക തന്നെ, അത് മുമ്പോട്ട് പോവില്ല. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇത് ബ്രഹ്മമാണെന്നുള്ള സങ്കല്പത്തെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ കർമ്മത്തിനും കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. വേദോവ അനനുക്തഃ വേദം ഉച്ചരിക്കാത്തവനായിട്ട് അന്യദ്വാ കർമ്മ അകൃതം മറ്റു പല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് യദിഹവ അപ്യനേവം വിത്ത് മഹത് പുണ്യം കർമ്മ കരോതി. ഇങ്ങനെ അറിയുന്നവനാണ് ഏവം വിത്ത് ബ്രഹ്മത്തെ. ഇങ്ങനെ അറിയാത്ത ഒരാള് മഹത്തായ പുണ്യകർമ്മം ചെയ്താലും തദ്ഹ അസ്യന്തതക്ഷ്യതേവ ആ കർമ്മങ്ങളൊക്കെ അവന്റെ അന്തിമത്തോടെ ക്ഷയിക്കുക തന്നെ ചെയ്യും, ഇല്ലാതാവുക തന്നെ ചെയ്യും. തദ്ധാസ്യ അന്തതക്ഷീയതേവ ആത്മാനമേവ ലോകമുപാസീത. ആത്മാവിനെ തന്നെയാണ് ലോകത്തുള്ള ജനങ്ങൾ ഉപാസിക്കേണ്ടത്, മറ്റൊന്നിനെയുമല്ല ഉപാസിക്കേണ്ടത്. ദേവതകളെയല്ല, പ്രപഞ്ച വിഭൂതികളെയല്ല,
മനസ്സിനെയും ഇന്ദ്രിയെയും ബുദ്ധിയെയും ഭൗതികമായ സുഖം തരുന്ന വസ്തുക്കളെയോ ജീവാത്മാവിനെയോ ഒന്നുമല്ല ആരാധിക്കേണ്ടത്. ആത്മാനമേവ ലോകം ഉപാസീത, ആത്മസ്വരൂപനായ തന്നെ തന്നെയാണ് ഉപാസിക്കേണ്ടത്. സയഹ ആത്മാനമേവ ലോകം ഉപാസ്തേ, അങ്ങനെ ആരാണോ ആത്മാവിനെ ലോകമായി ഉപാസിക്കുന്നത്, ലോകത്തെ ആത്മസ്വരൂപമായി ഉപാസിക്കുന്നത്, ആത്മാനമേവ ലോകം ഉപാസ്തേ നഹാസ്യ കർമ്മക്ഷ്യത, അവന്റെ കർമ്മം ക്ഷയിക്കില്ല. ഈ ലോകത്തെ മുഴുവൻ ആത്മസ്വരൂപമായി കണ്ടുകൊണ്ട് കർമ്മം ചെയ്താൽ അവന്റെ കർമ്മം ഒരിക്കലും നശിക്കില്ല. ബാക്കിയുള്ളവരുടെ കർമ്മം അപ്പ നശിക്കും, തീർന്നു അതോടെ. തസ്മാത് ഹി ഏവ ആത്മനോ യദ്യത് കാമയതേ തത്തത് സത്യതേ. തസ്മാത് അതുകൊണ്ട് ആത്മനോ യദ്യത് കാമയതേ, തനിക്ക് യാതൊന്നാണോ കാമിക്കാൻ പറ്റുന്നത്, തൻ്റെ ആത്മാവിൽ നിന്നും എന്തൊക്കെയാണോ കാമിക്കാൻ പറ്റുന്നത്, തത്തത് സത്യത്തെ അതത് സൃഷ്ടിക്കാൻ പറ്റും. തൻ്റെ ആത്മാവ് കൊണ്ട് എന്തിനെ കാമിക്കുന്നുവോ, തൻ്റെ ജീവാത്മാവ് കൊണ്ട് എന്തിനെ കാമിക്കുന്നുവോ തനിക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതൊരു വൈഭവമാണ്, ബ്രഹ്മചൈതന്യത്തിൻ്റെ സാക്ഷാത്കൃതമായ ഒരു ഭാവമാണ്. അത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല എന്നർത്ഥം. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആത്മസ്വരൂപമായി കണ്ട് ആരാണോ ഉപാസിക്കുന്നത് അവനാണ് ഈ ലോകത്തെല്ലാം ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ കഴിയും. ആ അനുഭവത്തെ എത്തിയെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പല യോഗീശ്വരന്മാരും ചില നമ്മളുടെ ഭാഷയിൽ കൺകെട്ട് വിദ്യകളും യോഗവിദ്യകളും ഒക്കെ കാണിക്കുന്നത്. കൊണ്ടാണ് ശൂന്യാകാശത്തിലേക്ക് കൈനീട്ടിയിട്ട് എത്ര വസ്തുക്കൾ സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കടങ്കഥകളായും ഐതിഹ്യമായും ഇന്നും നമ്മുടെ ഇടയിൽ പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് ആത്മസ്വരൂപത്തിൻ്റെ അറിവിൻ്റെ ഒരു ഘട്ടം എന്നാണ് ഋഷി പറയുക. ആ ഘട്ടത്തെ അതിജീവിച്ച് മുകളിലേക്ക് പോവുക തന്നെ ചെയ്യണം, അവിടെ നിൽക്കരുത്. അവിടെ നിന്നാൽ അപകടമാകുന്നു മാത്രമല്ല, വീണ്ടും തിരിച്ചു പോരുക തന്നെ ചെയ്യേണ്ടി വരും. മുകളിലേക്കുള്ള പോക്ക് ശരിയാവില്ല. ബ്രഹ്മത്തിൻ്റെ തനി സ്വരൂപം തന്നെയാണ് അഗ്നിയായി പരിണമിച്ച് ദേവന്മാരിലും ഭൂമിയിലും പാതാളത്തിലും നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യുന്ന വിഷയത്തിൽ ധാരാളം മാഹാത്മ്യം വന്നുകൂടിയത്. അതുകൊണ്ടാണ്. അതിനുശേഷമാണ് മറ്റ് ദേവന്മാരെയും അവരുടെ വർണ്ണങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് അതിന് പല രൂപാന്തരങ്ങളും ഉണ്ടാക്കി. ഇനി നമുക്ക് അവരവരുടെ കർമ്മം ചെയ്യുവാൻ സഹായിക്കാൻ വേണ്ടിയാണ് ഈ 4 വർണ്ണങ്ങളും ധർമ്മവും അത് തന്നെയാണ്. നമ്മൾക്ക് സമസ്ത ധർമ്മവും കർമ്മവും ചെയ്യണമെങ്കിൽ ധർമ്മം അറിയണം. ആ ധർമ്മത്തെ നമുക്ക് കാണിച്ചു തരാൻ ഇയാൾക്ക് ധർമ്മമുണ്ട് എന്നറിയണമെങ്കിൽ അയാളുടെ പ്രവൃത്തി കൂടി കാണിച്ചു തരണം, എങ്കിലേ അറിയാൻ പറ്റും, അല്ല അറിയാൻ പറ്റില്ല. ഈ ആത്മജ്ഞാനത്തിന് ഉള്ള ആവശ്യകതയും പ്രാധാന്യവുമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ആത്മാവിൻ്റെ വലുപ്പം, ബ്രഹ്മണത അത് വിന്യസിച്ച് കഴിയുമ്പോൾ തന്നെ ആത്മസ്വരൂപത്തെ അറിയാൻ പറ്റുന്ന. ആത്മജ്ഞാനം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും ശാന്തി ഉണ്ടാവില്ല. ആത്മജ്ഞാനം സിദ്ധിച്ച ഒരാൾ കർമ്മം ചെയ്താൽ അയാൾക്ക് അതിൻ്റെ ഫലമായ ശാന്തി അനുഭവിക്കാൻ കഴിയും. അല്ലാത്ത ഒരാൾക്ക് എത്ര പരിശ്രമിച്ചാലും ആവില്ല. അതുകൊണ്ടാണ് ആത്മജ്ഞാനം ലഭിച്ചതിന് ശേഷം വേണം ഇതൊക്കെ ആചരിക്കാൻ. അപ്പൊ ഇതൊന്നും നമ്മെ ബാധിക്കത്തില്ല. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ ബാധിക്കും എന്ത് ചെയ്താലും. അതുകൊണ്ട് ആത്മജ്ഞാനം സിദ്ധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം. അങ്ങനെയുള്ള ഒരാൾക്ക് അവിദ്യകൾക്കുണ്ടാകുന്ന കർമ്മങ്ങളൊന്നും അയാളെ ബാധിക്കത്തില്ല.
ആത്മജ്ഞാനം സിദ്ധിച്ച ഒരാൾക്ക് ഒരു കർമ്മവും ബാധിക്കില്ല. ഈ കർമ്മങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്ന രജോ ഗുണത്തിന്റെ സൂചനയാണ്. നമ്മുടെ ഉള്ളിലുള്ള രജസിന്റെ വർധനവ് കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മജ്ഞാനം സിദ്ധിച്ച ഒരാൾക്ക് ഈ കർമ്മങ്ങളൊന്നുമില്ല. അപ്പൊ സംസാര ദുഃഖമില്ല. കർമ്മങ്ങൾ കെട്ടുപാടാകുമ്പോഴാണ് സംസാര ദുഃഖം ഉണ്ടാകുന്നത്. അവരുടെ സ്വന്തം ആത്മാവിൽ തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കാം എന്നിരിക്കെ ആ ബ്രഹ്മപദപ്രാപ്തിക്ക് വേണ്ടി ഒന്ന് സ്തുതിക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. നമ്മുടെ യോഗ്യത അത്ര മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മപദ പ്രാപ്തിക്ക് വേണ്ടി ഒന്ന് കേവലമായി സ്തുതിക്കാം, അത്രേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ആത്മസ്വരൂപത്തെ നന്നായി അറിയുക എന്നുള്ളതാണ് ഉപനിഷത്ത് പറയുന്ന പ്രധാന തത്വം. ബാക്കി ഏതറിവ് നേടിയാലും അതിവിടെ നശ്വരമാണ്. ആത്മജ്ഞാനം നേടിയിട്ട് മറ്റേതറിവ് നേടിയാലും അനശ്വരമാണ്. അതുകൊണ്ടാണ് ആദ്യം നേടേണ്ടത് ആത്മജ്ഞാനമാണ്. അത് നേടിക്കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടി വരില്ല. പിന്നെ എന്തു പഠിച്ചാലും അത് ആത്മസ്വരൂപത്തിലേക്ക് ലയിപ്പിച്ച് പൂർണ്ണമാക്കാൻ പറ്റും. ഇതുണ്ടായില്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചാലും ഫലമില്ലെന്ന് മാത്രമല്ല, ജന്മകർമ്മരൂപമായ സംസാര ചക്രം ആവർത്തിച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് മുക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ധർമ്മമാണ് ഏറ്റവും വലുത്. ധർമ്മത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മത്താൽ ലയിച്ചിരിക്കുന്നതാണ് ഞാൻ ഉൾപ്പെടെ. എൻ്റെ മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലുമൊക്കെ ബ്രഹ്മസ്വരൂപം നിറഞ്ഞിരിക്കുന്നു സ്വയം സങ്കല്പിച്ച് സ്വയം അനുഭവത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് കർമ്മം അനുഷ്ഠിച്ചാലും അതിലെ ബാധിക്കില്ല. ചേമ്പിലയിലെ വെള്ളം പോലെ ഒഴുകിപ്പോകും. ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ആത്മജ്ഞാനത്തിന് വേണ്ടി എത്തിക്കണം എന്ന ജിജ്ഞാസ. അതാണ് നേടേണ്ടത്. അത് നേടിയാൽ പിന്നെ എല്ലാ സംശയവും തീരും. അതുവരെ സംശയങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ ശരിയായ ആത്മജ്ഞാനം നേടിയ ഒരാൾക്ക് ഒരു സംശയമില്ല. ആ അവസ്ഥയിലേക്കാണ് നചികേതസ് എത്തേണ്ടത്. അതാണ് ആത്മസ്വരൂപം, ബ്രഹ്മസ്വരൂപം എന്ന് ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് വിസ്തരിച്ചു വിന്യസിച്ച തദ്ദേതദ് ബ്രഹ്മക്ഷത്രം വിക്ഷൂദ്ര തദഗ്നൈവ ദേവേഷു ബ്രഹ്മാഭവത് ബ്രാഹ്മണോ മനുഷ്യേഷു ക്ഷത്രിയേണ ക്ഷത്രിയോ വൈശ്യേന വൈശ്യഃ ശൂദ്രേണ ശൂദ്രഃ തസ്മാദഗ്നാവേവ ദേവേഷു ലോകമിച്ഛന്തേ ബ്രാഹ്മണേ മനുഷ്യേഷു ഏതാഭ്യാം ഹി രൂപാഭ്യാം ബ്രഹ്മാഭവത് അഥ യോ ഹവ അസ്മാൻ ലോകാത് സംലോകമദൃഷ്ട്വാ പ്രൈതി ഫ ഏനമവിദിതോ ന ഭുനക്തി യഥാ വേദോ വാനുക്തഃ അന്യദ്വാ കർമാകൃതം യദി ഹവ അപ്യനേവം വിന്മഹത് പുണ്യം കർമ്മ കരോതി തദ്ധാസ്യാം തദക്ഷീയതേവാം ആത്മാനമേവ ലോകമുപാസീതാം സ യ ആത്മാനമേവ ലോകമുപാസ്തേ ന ഹാസ്യ കർമ്മ ക്ഷീയതേ അസ്മാദ്ധ്യേവാത്മനോ യദ്യത് കാമയതേ തത്തത് സൃജതേ തദേതദ് ബ്രഹ്മക്ഷത്രം വിക്ഷൂദ്രഃ തദഗ്നിനൈവ ദേവേഷു ബ്രഹ്മാഭവത് ബ്രാഹ്മണോ മനുഷ്യേഷു ക്ഷത്രിയേണ ക്ഷത്രിയോ വൈശ്യേന വൈശ്യഃ ശൂദ്രേണ ശൂദ്രഃ തസ്മാദഗ്നാവേവ ദേവേഷു ലോകമിച്ഛന്തേ ബ്രാഹ്മണേ മനുഷ്യേഷു ഏതാഭ്യാം ഹി രൂപാഭ്യാം ബ്രഹ്മാഭവത് അഥ യോ ഹവ അസ്മാൻ ലോകാത് സംലോകമദൃഷ്ട്വാ പ്രൈതി സ ഏനമവിദിതോ ന ഭുനക്തി യഥാ വേദോ വാ അനുക്തഃ അന്യദ്വാ കർമാകൃതം യദിഹ വാ അപ്യനേവം മഹത് പുണ്യം കർമ്മ കരോതി തദ്ധാസ്യാം തദക്ഷീയതേവാം ആത്മാനമേവ ലോകമുപാസീത സഹ ആത്മാനമേവ ലോകമുപാസ്തേ നഹാസ്യ കർമ്മ ക്ഷീയതേ അസ്മാദ്ധ്യേവാത്മനോ യദ്യത് കാമയതേ തത്തത് സൃജതേ തദേതദ് ബ്രഹ്മക്ഷത്രം വിക്ഷൂദ്രഃ തദഗ്നിനൈവ ദേവേഷു ബ്രഹ്മാഭവത് ബ്രാഹ്മണോ മനുഷ്യേഷു ക്ഷത്രിയേണ ക്ഷത്രിയോ വൈശ്യേന വൈശ്യഃ ശൂദ്രേണ ശൂദ്രഃ തസ്മാദഗ്നാവേവ ദേവേഷു ലോകമിച്ഛന്തേ ബ്രാഹ്മണേ മനുഷ്യേഷു ഏതാഭ്യാം ഹി രൂപാഭ്യാം ബ്രഹ്മാഭവത്
അഥ യോ ഹവാ അസ്മാൻ ലോകാത് സ്വം ലോകമദൃഷ്ട്വാ പ്രൈതി ഫയേനമവിദിതോ പുനക്തി യഥാ വേദോ വാ അനുക്തഃ അന്യദ്വാ കർമാഗതം യദി ഹവാ അപ്യനേവം വിന്മഹത് പുണ്യം കർമ്മ കരോതി തദ്ധാസ്യന്തത ക്ഷീയതേവ ആത്മാനമേവ ലോകമുപാസീതാം ഫ യ ആത്മാനമേവ ലോകമുപാസ്തേ മഹാസ്യ കർമ്മ ക്ഷീയതേ അസ്മാദ്ധ്യേവാത്മനോ യദ്യത് കാമയതേ തത്തത് സൃജതേ. എന്നിങ്ങനെ ബ്രഹ്മത്തിൻ്റെ ഒരു സമ്പൂർണമായ സ്വഭാവത്തെ ഇപ്പോഴാണ് നചികേതസിനോട് എന്താണ് ബ്രഹ്മം, അത് ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇരിക്കുന്നു, മനുഷ്യരിൽ ജീവജാലങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന ഇപ്പോഴാണ്. ഈ അധ്യായത്തിൽ തുടർന്നും എന്താണ് ബ്രഹ്മം, എന്താണ് ബ്രഹ്മം എന്ന് ബ്രഹ്മത്തിൻ്റെ സമ്പൂർണമായ സ്വരൂപഭാവങ്ങളെ ഒന്ന് ഉദാഹരിച്ചാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. അടുത്ത ഒരു നീണ്ട മന്ത്രമാണ്, അതിലേക്ക് കടന്നാൽ നമുക്ക് വിഷയം തീരില്ല. അതുകൊണ്ട് നമുക്കിന്ന് ഉപസംഹരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഉപനിഷത്ത് ഒത്തിരി കിട്ടിയാൽ ചിലപ്പം ദഹിച്ചു പാകമാവാതെ വന്നേക്കാം. അതുകൊണ്ട് കിട്ടുന്നത് ദഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിന്ന് ഉപസംഹരിക്കാം. അതിവിടെ ബ്രഹ്മവിദ് ബ്രഹ്മാ ഭവതി അതല്ലേ ഇതിന്റെ? അതെ, അതറിയുന്ന ഒരാൾ അതായിട്ട് തന്നെ തിരിയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ സാരാംശം. മറ്റേ വിവേക ചൂടാമണിയിലെ ആദ്യത്തെ ഇതില് പറയുന്നുണ്ടല്ലോ, മനുഷ്യ ജന്മത്തിനെ പറ്റി പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്. ഇതാണ് അതിന്റെ ലക്ഷ്യം, അതുകൊണ്ട് അത് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. സർവം ഖൽവിദം ബ്രഹ്മ എന്ന് സാക്ഷാത്കരിക്കണം. താങ്ക് യു സർ. സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.